മമ്മൂക്ക മൂവിയായ കതിരവൻ്റെയും അതോടൊപ്പം തന്നെ ബസൂക്കയുടെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ പടർന്ന് പിടിച്ച മറ്റൊരു അപ്ഡേറ്റ് ആയിരുന്നല്ലോ, മമ്മൂക്കയെ നായകനാക്കിയിട്ട് അരുൺ രാജ് കതിരവൻ എന്ന സിനിമ ചെയ്യുന്നു എന്ന്. എന്നാൽ ഈ ഒരാഴ്ചയായിട്ടും ആ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം അദ്ദേഹം യൂട്യൂബേഴ്സിന് നൽകിയ ഒരു ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹം അതിൽ പറയുന്നത് 100 കോടി ബഡ്ജറ്റിലാണ് കതിരവൻ മമ്മൂക്കയെ നായകനാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന്. എന്നാൽ അത്തരത്തിലുള്ള പ്രോജക്റ്റ് മമ്മൂക്ക അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ് മമ്മൂക്കയുമായിട്ട് അടുത്ത് നിൽക്കുന്നവരിൽ നിന്നും വരുന്ന റിപ്പോർട്ട്. ഇത് വെറും സംവിധായകന്റെ ഭാവന മാത്രം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മമ്മൂക്കയുടെ അടുത്തായിട്ട് തിയേറ്ററിലെത്തുന്ന ഐറ്റം ആണല്ലോ ബസൂക്ക. ഓണം റിലീസ് അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ റിലീസാവുന്ന ചിത്രം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചിത്രത്തിന്റെ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ റിലീസിംഗ് ഡേറ്റോ അല്ലെങ്കിൽ ഒരു ടീസറോ ഒന്നും എന്താണ് യാതൊരുവിധ കാരണവശാലും ഈ അടുത്തായിട്ട് പുറത്തു വിടാത്തത് എന്നുള്ള ഒരു പരാതി ആരാധകർക്കുണ്ട്. അടുത്ത ആഴ്ചയാണല്ലോ കമൽഹാസൻ നായകനാവുന്ന ഇന്ത്യൻ ടൂർ റിലീസ് ആവുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച കോപ്പ അമേരിക്ക ഫൈനല്, യൂറോ കപ്പ് ഫൈനല് എന്നീ ലഹരി കെട്ടടങ്ങി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മമ്മൂക്ക ചിത്രമായ ബസൂക്കയുടെ അപ്ഡേറ്റും അതോടൊപ്പം തന്നെ ടീസർ എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം ജൂലൈ 20 കൂടെ തന്നെ ചിത്രത്തിന്റെ ടീസർ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മമ്മൂക്ക ഒരു ഓഫ് സ്ക്രീനിൽ ചുമ്മാ കാറുമായിട്ട് വന്നാൽ തന്നെ നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റൻഷൻ നേടിയെടുക്കാൻ അതിനൊക്കെ സാധിക്കാറുണ്ട്. അപ്പോൾ ഒരു ഫുൾ ലെങ്ത് ഒരു മൂവിയിൽ ഒരു സ്റ്റൈലിഷ് ലുക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരു വേറെ ലെവൽ തന്നെയായിരിക്കും. അത്തരത്തിലുള്ള ഒരു ഗംഭീര വിജയം കൈവരിക്കുന്ന ചിത്രം തന്നെയായിരിക്കും ബസൂക്ക.